പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഞാൻ നമ്മുടെ ചാനലിൽ ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നമ്മുടെ ചാനലിൽ അന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു 40 സബ്സ്ക്രൈബേഴ്സൊക്കെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ ഈ ഒരു ചാനൽ 100ലേക്ക് എത്താനും തുടർന്ന് ഇപ്പോൾ 225-ൽ വന്നു നിൽക്കാനും മറ്റ് ചില വീഡിയോകളെ പോലെ തന്നെ ഈ വീഡിയോയും അത്യാവശ്യം നല്ലൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഒരാളൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സിസിലി എന്ന പേരുള്ള ഒരു പ്രൊഫൈലുള്ള ഒരാൾ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഭയങ്കരി എന്ന് വിളിക്കാനത് നന്നായി എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ്. ഞാൻ ഈ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താ ഉദ്ദേശിച്ചതെന്ന്. കാരണം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 2 മാസങ്ങൾക്ക് ശേഷമാണ് കമൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെന്താ ഉദ്ദേശിച്ചത്, ഞാനിങ്ങനെ കമൻറ്റ് നോക്കിയിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ ഇവരെന്നെ വിളിച്ചതാണോ ഭയങ്കരി എന്ന്? ആരായിരിക്കും? ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണോ. സിസിലി എന്നുള്ള പേരിലൊരു ക്ലാസ്മേറ്റിനെയോ സ്കൂൾ മേറ്റിനെയോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു തമാശ കലർന്നൊരു കമൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എന്നാലും എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ വീഡിയോ പ്ലേ ആക്കി നോക്കി ലാസ്റ്റിലേക്ക് എത്തിയപ്പോഴാണ് എങ്കിലും പ്രിയങ്കരി എന്നുള്ള ഈ ഒരു ഇത് കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അന്ന് ഒരുപാട് ചിരിച്ചു. നമ്മൾ പണ്ട് ദിലീപിൻ്റെ സിനിമയൊക്കെ കല്യാണരാമൻ, CID മൂസയൊക്കെ കണ്ടിട്ട് കുറേ, അന്നൊക്കെ നമ്മൾ കുട്ടികളായിരുന്നിരിക്കണം, ഒരുപാട് ഉള്ളറിഞ്ഞ് ചിരിക്കില്ല. അങ്ങനെ ഞാൻ ആ കമൻറ്റ് കണ്ട് ഒരുപാട് ചിരിച്ചു. എങ്കിലും ഭയങ്കരി എന്ന് വിളിക്കാനത് നന്നായി എന്നുള്ളത് ഈ ഒരു വരിയെ ആസ്പദമാക്കിയിട്ട് അവർ കുറച്ച് കോമഡി കലർത്തി എഴുതിയതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കമൻറ്റ്. പക്ഷേ അന്ന് എനിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല ആ കമൻറ്റിന്. ഞാൻ എന്താ പറയുക, ലൈക്ക് കൊടുത്തു. പിന്നെ എനിക്ക് എപ്പോഴും ആ ഒരു കമൻറ്റ് ഓർത്തിട്ട് എനിക്ക് ചിരി വരാറുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതും ആ ഒരു കമൻറ്റ് ഓർത്തതുകൊണ്ടാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമുക്ക് ചില സമയങ്ങളിൽ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ ജോലിയിലൊക്കെ നമുക്കിങ്ങനെ ഓർത്തോർത്ത് നമ്മൾ ചിരിക്കുക. അങ്ങനെ ഒരു കമൻ്റായിരുന്നു അത്. അങ്ങനെ ഞാൻ ഒരു 2 ദിവസം കമൻറ്റ് കണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈയും കൊടുക്കുക, അതോടൊപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ കമൻറ്റ് നോക്കിയപ്പോൾ കമൻറ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇട്ട ആൾ തന്നെ അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ കമൻറ്റ് ഡിലീറ്റ് ആക്കി കളഞ്ഞപ്പോൾ. സാധാരണ ചില ആൾക്കാർ അങ്ങനെ ആദ്യം കമൻറ്റ് ഇടും, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലവ് ചിഹ്നമൊക്കെ വെച്ചിട്ട് കമൻറ്റ് ഇടും, പിന്നെ അവർ തന്നെ അത് ഡിലീറ്റ് ആക്കി കളയും. പക്ഷേ എനിക്ക് അതിലൊന്നും അത്ര വലിയ സങ്കടമൊന്നും തോന്നിയിട്ടില്ല. ഈ ഒരു കമൻറ്റ് ഡിലീറ്റ് ആക്കി കളഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം നമുക്കിടയിൽ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ വേണം. ഇങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും എന്താ പറയുക, വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ ഇങ്ങനെ ഒരാൾ നമുക്കിടയിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിലോ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ അയൽപ്പക്കത്തൊക്കെ ഇങ്ങനെ ഒരാളുണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യമാണ്. ആ ഒരു വ്യക്തിക്ക്, സിസിലി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക്, ഒരു പക്ഷേ അവരെൻ്റെ ഇളയതോ മുതിർന്നതോ ആവാം, ഞാൻ പേരാണ് പറയുന്നത്, ആ ഒരു വ്യക്തിക്ക് ഒരു എന്താ പറയുക, ദൈവാനുഗ്രഹം ആണ് അങ്ങനെ ഒക്കെ സംസാരിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ, ഈ വീഡിയോ കണ്ടിട്ട് ആളുകൾ ഭൂരിഭാഗവും കമൻ്റ് ഇട്ടത്, കുറേ കമൻ്റ് ഡിലീറ്റ് ആക്കി പോയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗവും ടച്ചിങ് ആണ്, ഭയങ്കര ഫീലിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനൊരു സെൻസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ട് ആ ആൾ എങ്കിലും ഭയങ്കരി എന്ന് വിളിക്കാനത് നന്നായി എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടപ്പോൾ ഞാനും ചിന്തിച്ചു, സാധാരണ ഭർത്താവ് ആദ്യ വൈഫിനെ വിളിക്കുക എങ്കിലും ഭയങ്കരി എന്നാണല്ലോ, അവരത് ഉദ്ദേശിച്ചിട്ടായിരുന്നു അങ്ങനെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചൊരു പക്ഷേ സിസിലി ഒരു വീഡിയോ കാണുകയാണെങ്കിൽ വീണ്ടും ആ ചാനലിൽ പോയിട്ട് അങ്ങനെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. സിസിലിയെ പോലെയുള്ള ആളുകളൊക്കെ നമുക്കിടയിൽ ഉണ്ടാവട്ടെ. നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവട്ടെ. താങ്ക് യു.